ഹായ് ഓൾ, ഇന്ന് നമ്മൾ പോർട്ടൽ ഫ്രെയിം മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അനലൈസ് ദ ഫ്രെയിം യൂസിങ് പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഷിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോളത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ ഷിയർ. സോ ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ടോപ്പ് സ്റ്റോറി മാത്രം കൺസിഡർ ചെയ്യാം. ടോപ്പ് സ്റ്റോറിയിൽ ഇവിടെ ഒരു 18 കിലോ ന്യൂട്ടനാണ് വരുന്നത്. പിന്നെ ഈ 18 കിലോ ന്യൂട്ടന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോളത്തിൽ എന്തുണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ ഷിയർ ഡെവലപ്പ് ചെയ്യും. ആ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളത്തിൽ P1 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ കോളത്തിൽ 2P1 ആണ്. അപ്പോൾ ഇത് ഇൻറ്റീരിയർ കോളാണ്, ഇപ്പോൾ ഇത് 2P1, ഇത് P1. സോ അതാണ് സെക്കൻഡ് അസംഷൻ. പോർട്ടൽ ഫ്രെയിമിൽ 2 അസംഷൻസ് ആണ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞത് എന്താണ്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഒക്കേഴ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഈച്ച് സ്പാൻ. ഇനി സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ കോളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഷിയർ എന്ന് പറയുന്നത് എക്സ്റ്റീരിയറിൻ്റെ ഡബിൾ ആയിരിക്കും എന്നല്ലേ. സോ ഇപ്പോൾ ഇവിടെ P1 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ കോളത്തിൽ എന്തായിരിക്കും, ഇത് 2P1, ഇത് 2P1, P1. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എടുക്കുക. സോ 80 ഈസ് ഈക്വൽ ടു P1 പ്ലസ് 2P1 പ്ലസ് 2P1 പ്ലസ് P1. സോ നമ്മൾ അത് P ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 6P1. സോ P1 ഈസ് ഈക്വൽ ടു 80/6 ചെയ്യുക. അപ്പോൾ നമുക്കത് P1 എന്ത് കിട്ടും, 13.33 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സെക്കൻഡ് സ്റ്റോറി കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ടോപ്പിൽ വരുന്ന ലോഡും കൂടെ നമ്മൾ എടുക്കണം അല്ലേ. ഇങ്ങനെ വരയ്ക്കുക. ടോപ്പിൽ 80, താഴെ 120. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഷിയർ മാർക്ക് ചെയ്യുക. ഇത് P2 ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൽ ഇതും P2 ആയിരിക്കും, ഇൻറ്റീരിയറിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും 2P2, 2P2. ഇനി സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എടുക്കുന്ന സമയത്ത് ഈ തന്നിരിക്കുന്ന 2 എക്സ്റ്റേണൽ ലോഡ് എടുക്കണം. സോ ഇതാ 80 പ്ലസ് 120 പ്ലസ് P2 പ്ലസ് 2P2 പ്ലസ് 2P2 പ്ലസ് P2. സോ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും 200 ഈസ് ഈക്വൽ ടു 6P2 എന്ന് കിട്ടും. സോ P2 ഈസ് ഈക്വൽ ടു 200/6 വിച്ച് ഈസ് ഈക്വൽ ടു 13.33. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഹൊറിസോണ്ടൽ ഷിയേഴ്സ് മാർക്ക് ചെയ്യാം. നമുക്ക് P1 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 13.33 അല്ലേ. അപ്പോൾ ആ 13.33 എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ ഷിയർ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. 13.33 ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെയും P1 ആണല്ലേ, അപ്പോൾ 13.33. ഇനി ഇതിൻ്റെ ഉള്ളിലെന്താ, ഈ P ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളാണ് ഇവിടെ അല്ലേ. സോ ഇവിടെ എത്രയായിരിക്കുക, 13.33 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ നമുക്ക് അത് 26.66. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെയും 26.66. ഇനി അടുത്തതെന്ന് പറയുന്നത് P2 നമുക്ക് എത്ര കിട്ടിയത്, 13.33 അല്ലേ. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 13.33 BF എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഡബിൾ 13.33 ഇൻറ്റു 6 ഇൻറ്റു 2 ചെയ്യുക. അതായിരിക്കും 66.66 കിട്ടും. ഇവിടെയും 66.66 എന്ന് കിട്ടും. ഇവിടുത്തെ എന്താണോ P2ൻ്റെ വാല്യൂ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 33.33. ഇനി അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഷിയർ കിട്ടി. ഈ ഹൊറിസോണ്ടൽ ഷിയറിൻ്റെ ഫിഗർ വരയ്ക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോളം മൊമെൻറ്റ് കാണണം. കോളം മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, കോളം ഷിയർ ഇൻറ്റു ഹൈറ്റ് ബൈ 2. കോളം ഷിയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ നമ്മൾ ഓരോത്തിൻ്റെ എന്ത് ചെയ്യുക, മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സോ ആദ്യം നമ്മൾ MAE എടുക്കുക. MAE എടുക്കുകയാണെന്നെങ്കിൽ അതിൻ്റെ ഷിയർ എത്രയാണ്, 33.33 ഇൻറ്റു ഈ കോളത്തിൻ്റെ ഹൈറ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അത് എത്രയാണ്, 5 ആണ്. സോ 33.33 ഇൻറ്റു 5/2 ചെയ്താൽ നമുക്ക് എന്തിട്ടും, MAE കിട്ടും. സോ അത് തന്നെയല്ലേ ഇവിടെയും വരിക, MDHും വരിക. MDHൽ വരുന്ന ഷിയറും സെയിം അല്ലേ, 33.33. സോ MAE ഈസ് ഈക്വൽ ടു MDH ആണ്. ഇനി MBF കാണണം അല്ലേ. ഈ 2 കോളും കാണണം. ഇത് രണ്ടും കണ്ടു. ഇനി ഇത് കാണണം. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഒന്ന് കാണുക. സോ MBF എന്ന് പറയുന്നതായിരിക്കും 66.66 ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് 5/2 ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 166.65 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, MIA കണ്ടുപിടിക്കുക. MIAയും MLDയും സെയിം ആയിരിക്കും അല്ലേ. 13.33 ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2. സോ എന്താണ്, 13.33 ഇൻറ്റു ഹൈറ്റ് എന്നാണ് 4/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 26.66 എന്ന് കിട്ടി. സോ അത് MLDയും രണ്ടും ഈക്വലാണ്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, MJBയും കണ്ടുപിടിക്കുക. അത് MKCന് ഈക്വൽ ആയിരിക്കും.
ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. നമുക്ക് സാധാരണ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെൻറ്റ് ആക്ട് ചെയ്യുക. സോ MIA നമുക്ക് കിട്ടി 26 മാർക്ക് ചെയ്യുക, ഇവിടെ 53 മാർക്ക് ചെയ്യുക, ഇവിടെ 53, ഇവിടെയും 26, ഇവിടെ നമുക്ക് 83, 166, 166, 26 കിട്ടിയില്ലേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോളത്തിൻ്റെ മൊമെൻറ്റ് എന്ത് ചെയ്യും, ഓരോ കോളത്തിനനുസരിച്ച് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് എടുക്കുമ്പോൾ 26 തന്നെ, ഇനി അടുത്ത സ്റ്റോറി എടുക്കുന്ന സമയത്ത് ഈ കോളത്തിൽ വരുന്ന മൊമെൻറ്റ് ഇതിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഈ കോളത്തിൽ വരുന്ന മൊമെൻറ്റ് അടുത്ത കോളത്തിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. മൊമെൻറ്റ് കോളം ടു കോളം ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 83.325 ഉണ്ട്, പ്ലസ് 26 ചെയ്യണം. അതായിരിക്കും ഈ MAEയിൽ വരുന്ന മൊമെൻറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എന്തായിരിക്കും വരിക, 83.325 പ്ലസ് 26.66 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 109.98. അതാണ് അവിടുത്തെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് MAE എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ ഈ ഒരു MBF എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി 166 ഉണ്ട്, ഇനി ട്രാൻസ്ഫർ ചെയ്തത് 53.32, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 219.97, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ഈക്വൽ അല്ലേ, രണ്ടിനും ഒരേ ഇതാണ് വരുന്നത് അല്ലേ, MCG ഈസ് ഈക്വൽ ടു MBF. സോ അതിന് രണ്ട് മൊമെൻറ്റും നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി മൊമെൻറ്റ് കാണണം. ബി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷൻ ഓഫ് കോളം മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ബി മൊമെൻറ്റ് അറ്റ് നോഡ്. സോ നമ്മൾ ആദ്യം ഓരോ നോഡ് കൺസിഡർ ചെയ്യുക, ആ നോഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഒരു നോഡ് കൺസിഡർ ചെയ്യുക. 8 മിനിറ്റ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എ പറഞ്ഞ നോഡ് കൺസിഡർ ചെയ്യുക. അറ്റ് എ പറഞ്ഞ നോഡ് എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് വരുന്ന സമ്മേഷൻ ഓഫ് കോളം മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ബി മൊമെൻറ്റ്. അതാണ് നമ്മൾ ഇക്വേഷനിലെ എ പറഞ്ഞ എ പറഞ്ഞ നോഡ് എടുക്കുമ്പോൾ അവിടെ ഏതൊക്കെ കോള വരുന്നത്, MAJ പ്ലസ് MAE ഇസ് ഈക്വൽ ടു MAB. സബ്മേഷൻ ഓഫ് കോളം, ആ പോയിന്റിലേക്ക് വരുന്ന എത്ര നമ്പർ ഓഫ് മൊമെൻറ്റ് ഉണ്ട് കോളം ഉണ്ട് നോക്കുക. MAJ പ്ലസ് MAE ഇസ് ഈക്വൽ ടു MAB. എന്നിട്ട് നമുക്ക് AJൻ്റെയും MAEൻ്റെയും വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ, നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MAB ഈസ് ഈക്വൽ ടു MIA പ്ലസ് MAE. നമുക്ക് എന്തൊട്ട് 26.66 പ്ലസ് 83.325 ചെയ്താൽ നമുക്ക് 109.985 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. സിമിലർലി നമ്മൾ അടുത്തതിൻ്റെതൊക്കെ കണ്ടുപിടിക്കാം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബി കൺസിഡർ ചെയ്യുക. ബി പറഞ്ഞ നോഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താ, സബ്മേഷൻ ഓഫ് കോളം മൊമെൻറ്റ്. ആദ്യം നമ്മൾ ബിയിലേക്ക് ഏതൊക്കെ വരുന്നത്, MBJ പ്ലസ് MBF ഇസ് ഈക്വൽ ടു MBC പ്ലസ് MBA. ഒന്നും കൂടെ പറഞ്ഞുതരാം, സബ്മേഷൻ ഓഫ് കോളം മൊമെൻ്റ് ആണ്. സോ MBJ പ്ലസ് MBF ഇസ് ഈക്വൽ ടു MBC പ്ലസ് MBA. നമുക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾറെഡി നമുക്ക് MBA ഇവിടെ മുന്നേ കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, MBC കിട്ടും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതൊക്കെ കണ്ടുപിടിക്കുക. അറ്റ് C ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, അതേപോലെ തന്നെ അറ്റ് C ആകുമ്പോൾ അറ്റ് C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക, MCK പ്ലസ് MCG ഈസ് ഈക്വൽ ടു MCD പ്ലസ് MCB. കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ഇവിടെയും കണ്ടുപിടിക്കാം. അതെ, ഞാൻ അടുത്തത് എന്താ, MIJ കിട്ടണം അല്ലേ. MIJ എന്ന് പറയുന്നത് എന്തായിരിക്കും, MIJ ഈസ് ഈക്വൽ ടു MIA. പിന്നെ ഈ നോഡ് എടുക്കുമ്പോൾ പറഞ്ഞ നോഡ് എടുക്കുന്ന സമയത്ത് MJK പ്ലസ് MJI ഈസ് ഈക്വൽ ടു MJB. പറഞ്ഞ നോഡ് എടുക്കുക. പറഞ്ഞ നോഡ് എടുക്കുന്ന സമയത്ത് എന്താ, ഏതൊക്കെ കോള വരുന്നത്, ഇതല്ലേ, സമ്മേഷൻ ഓഫ് കോള, ഒറ്റൊരു കോള വരുള്ളൂ. സോ MJB ഈസ് ഈക്വൽ ടു MJI പ്ലസ് MJK. സോ നമുക്ക് MJKൻ്റെ വാല്യൂ കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
അറ്റ് സി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അറ്റ് ഐ പറയുമ്പോൾ MIA is equal to MIJ. അത് നമുക്ക് 26.66 കിട്ടും. MIJ എന്ന് പറയുന്നത് ജെ വരുമ്പോൾ MIJ പ്ലസ് MJK is equal to MJB. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 26.66 കിട്ടും. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കെ എടുക്കുക.